മനുഷ്യ സ്വഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ വന്നുപെട്ടിരിക്കുന്ന സാഹചര്യം നോക്കിയാൽ അറിയാം, ഒരു രീതിയിൽ എളുപ്പമുള്ള ജീവിതമല്ല നമ്മൾ നയിക്കുന്നത്. ആർക്കും പറ്റില്ല അങ്ങനെ നയിക്കാൻ. കാരണം ഈ ഭൂമിയിലെ ജീവിതം പഠിക്കാനുള്ളതാണ്, പഠിച്ച് ഇതേപോലെ പ്രവർത്തിക്കാനുള്ളതാണ്. അപ്പൊ പഠിച്ച് പ്രവർത്തിക്കാനുള്ള ജീവിതം പിന്നെ എങ്ങനെ സുഖകരമാവും? നമ്മളിങ്ങനെ പട്ടുമത്തയിൽ ചാരിക്കിടന്ന് AC മുറിയിൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിച്ച് ജീവിക്കാം, അതല്ലേ സുഖം. പിന്നെ സിനിമയും കൂടെ കണ്ട് ഇങ്ങനെ പോകാം എന്നുള്ള നമ്മുടെ ആഗ്രഹം. പക്ഷേ അതല്ല ജീവിതം. അങ്ങനെ നമുക്ക് ജീവിതം കിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റും, അത് വേറെ കാര്യം. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനുള്ളതാണ്. ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നത്. നമുക്കാണെങ്കിൽ ഇത് ഒരു എത്തും പിടിയും കിട്ടാതെ നമ്മൾ നെഞ്ചിലെടുത്ത് വിളിക്കുകയാണ് എന്ത് ജീവിതം എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഇത് നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ ഭൂമിയിൽ വന്നതാണ്. നമ്മൾ അങ്ങനെ ശുദ്ധീകരിക്കപ്പെടാനാണ് നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ ജീവിത സാഹചര്യങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എത്ര പ്രതിസന്ധി ഘട്ടങ്ങളാണ് നമ്മൾ കടന്നു പോകുന്നത്, നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ. പരീക്ഷണ സമയങ്ങളിൽ, ക്ലേശങ്ങളിൽ, സമ്മർദ്ദങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, പ്രശ്നങ്ങളിൽ, ദുഃഖങ്ങളിൽ, മാർഗ തടസ്സങ്ങളിൽ ഓരോ സമയവും നമ്മൾ കിടന്ന് എരിപൊരി കൊള്ളുകയാണ്. വാറചട്ടിയിൽ കിടന്ന് ശരിക്കും വരളുകയാണ് മനുഷ്യൻ ഓരോ സാഹചര്യത്തിൽ. ഈ സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാവാൻ കാരണം നമ്മൾ ആ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി പാഠങ്ങൾ പഠിക്കാനാണ്. നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാവാം, അല്ലെങ്കിൽ പുതിയ ഒരു പരീക്ഷണമാവാം, ഒരു പരിശീലനമാവാം. അതിലൂടെ കടന്നുപോയി നമ്മൾ ഓരോ സ്വഭാവവും പഠിക്കാനാണ്. അത് പഠിച്ചാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കാനാണ്. അങ്ങനെ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ, ക്ലേശങ്ങളിൽ, സമ്മർദ്ദങ്ങളിൽ, പ്രഷർ സമയങ്ങളിൽ, ആകെ ബുദ്ധിമുട്ട് സമയങ്ങളിൽ, രോഗാവസ്ഥയിൽ, പ്രത്യേകിച്ച് പണമില്ലായ്മ നമ്മളെ അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കും. അതൊക്കെ ഈ നമ്മുടെ സാഹചര്യങ്ങളാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടതാണ് ക്ഷമാശീലം. ആ സമയത്താണ് നമ്മൾ ക്ഷമ ഉണ്ടോ എന്ന് പരീക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ ക്ഷമാശീലം എങ്ങനെയാണ്, എന്തുമാത്രം ഉണ്ട് എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിലൂടെയാണ് നമ്മൾ ക്ഷമ പഠിക്കുന്നത്. അതുകൊണ്ടാണ് യുവാവൊക്കെ ആയി, യുവതിയൊക്കെ ആയിട്ട് എന്തൊക്കെ കാണിച്ച് തെറ്റായ പ്രവൃത്തികളോ തെറ്റായ രീതികളോ ഒക്കെ ചെയ്ത് പല പല വെട്ടുകളിലും വീണിട്ട് മധ്യവയസ്സോടുകൂടി പലരും ക്ഷമ പഠിച്ചു തുടങ്ങുന്നത്. ജീവിതം കൊണ്ടാണ് നമ്മൾ ഒടുവിൽ ക്ഷമ പഠിക്കുന്നത്. ജീവിതം കൊണ്ടാണ് നമ്മൾ സൽസ്വഭാവങ്ങൾ പഠിക്കുന്നത്. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരാതിരുന്നെങ്കിൽ നമ്മൾ ആരും ഒരു സൽസ്വഭാവവും പഠിക്കാൻ പോകുന്നില്ല. നമ്മൾ ഒരു ക്ഷമയും ആരോടും കാണിക്കില്ല. വേണ്ടുവോളം പണവും, വേണ്ടുവോളം പ്രശസ്തിയും, വേണ്ടുവോളം അധികാരവും, വേണ്ടുവോളം അംഗീകാരവും ഒക്കെ ഉള്ള രാജാക്കന്മാരാരും ക്ഷമ കാണിക്കില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. ആരവിടെ എന്ന് ചോദിക്കുന്നു, പട്ടാളക്കാരൻ വരുന്നു, അവന്റെ കഴുത്ത് വെട്ടു എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ രാജാവിന്റെ ജോലി. ക്ഷമ വലിയ രാജാക്കന്മാരാരും ക്ഷമയൊന്നും കാണിച്ച ചരിത്രത്തിലില്ല. കാരണം അതിന്റെ ആവശ്യം അവർക്കില്ല. വലിയ വലിയ പണക്കാരന്മാർ ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം കഴിഞ്ഞ ഒരു മനുഷ്യൻ ഇവിടെ സസ്വഭാവം കാണിക്കേണ്ട കാര്യമേ വരുന്നില്ല. ആരെയും അവൻ സ്നേഹിക്കണ്ട, ആർക്കും അവൻ മാപ്പ് കൊടുക്കണ്ട, ആരോടും അവൻ പ്രതിപത്തി കാണിക്കണ്ട, ആരെയും അവൻ സഹായിക്കണ്ട. കാരണം അവൻ അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും മനുഷ്യന് അവർ ആവശ്യമുള്ളത് ഇഷ്ടം പോലെ കിട്ടാത്തത്. നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മൾ ഈശ്വരനെ വിളിക്കുള്ളൂ. സത്യത്തിൽ നമ്മൾ ഒരിക്കലും ഒരു അമ്പലത്തിലും പോകില്ലായിരുന്നു. ഗതികേട് കൊണ്ടാണ് ഈ വന്നിരിക്കുന്നത്. നമ്മൾ ഒരു അമ്പലത്തിലും പോകില്ല, ഒരു ദൈവത്തിനെയും വിളിക്കില്ലായിരുന്നു. നമ്മൾ തന്നെ ദൈവം. എത്ര പേർ അങ്ങനെ ഉണ്ട് ഭൂമിയിൽ? നമ്മൾ തന്നെ ദൈവം. ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും എന്റെ കുഞ്ഞുനാളിൽ
എന്റെ മാതാപിതാക്കൾ എനിക്ക് ചെയ്തു തന്നിരുന്നു എങ്കിൽ, അവർക്കതിനുള്ള ശേഷി ഉണ്ടായിരുന്നു എങ്കിൽ, അത് കഴിഞ്ഞ് പ്രായപൂർത്തിയായപ്പോ എനിക്ക് എന്റെ ഇഷ്ടം പോലെ തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റുമായിരുന്നു എങ്കിൽ ഒരു തവണ പോലും ഞാൻ ഈശ്വരനാമം ജപിക്കില്ല. അത്ര മിടുക്കനാണ് മനുഷ്യൻ. പകരം നിലയില്ലാ കയങ്ങളിൽ മുങ്ങിത്താണ് ശ്വാസം പോലും എടുക്കാനൊക്കാതെ നമ്മൾ വെപ്രാളം കൊണ്ട് മരിക്കാറാവുമ്പോഴാണ് മനുഷ്യൻ ഈശ്വരനെ വിളിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്താണ് ഈ പ്രശ്നങ്ങളെന്ന് പഠിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ മതഗ്രന്ഥങ്ങൾ എന്തെന്ന് അറിയുന്നത്. അപ്പോഴാണ് നമ്മൾ എന്താണ് ഈ ക്ഷേത്രം, അവിടെ ആരാണ് പോകുന്നത്, എന്താണ് ഈ പള്ളി, അവിടെ എന്തിനു പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് വളരെയധികം സമ്മർദ്ദമേറിയ സാഹചര്യങ്ങളിൽ പെടുന്ന മനുഷ്യൻ മാത്രമേ സത്സ്വഭാവങ്ങൾ എന്താണെന്ന് അറിയുക പോലും ഉള്ളൂ. അതുപോലെ നമുക്ക് ഇത്തരം അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു അതിപ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഈ ക്ഷമാശീലം. നമ്മൾ ക്ഷമിക്കും, പിന്നെ ക്ഷമ പഠിക്കും. കാര്യം നമ്മൾ കടന്നുപോയ തീച്ചുളകളിലൂടെ മറ്റുള്ളവർ കടന്നു വരുമ്പോൾ നമുക്ക് അവരോട് കാരുണ്യം തോന്നും, നമുക്ക് അവരോട് ദയ തോന്നും. മനസ്സിലാക്കുക, അങ്ങനെയാണ് ദയ എന്ന വിചാരം നമുക്ക് ഉണ്ടാകുന്നത്. പട്ടിണി കിടന്നവനെ പട്ടിണി കിടക്കുന്നു എന്ന് പറയുന്നവന് കാണുമ്പോൾ പ്രയാസം വരുള്ളൂ. നമ്മൾ ജീവിതത്തിലെ അതിതീക്ഷ്ണമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സദ്വികാരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് നമ്മൾ അതിനെ അംഗീകരിക്കുന്നത്. ഇല്ലെങ്കിൽ അത് എന്തെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ നമ്മൾ ക്ഷമ പഠിക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടേറിയ അവസ്ഥകളിലൂടെ കടന്നു പോകണം. അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ടെങ്കിലും പഠിക്കണം. നമ്മൾ ഈ ജന്മത്തിൽ ക്ഷമാശീലം പഠിക്കാൻ വന്നവനാണെങ്കിൽ എല്ലാ ജന്മവും എല്ലാ പാഠവും പഠിക്കാനുള്ളതല്ലെന്ന് ഓർക്കുക. അതിനുള്ള സമയം തികയില്ല നമുക്ക്. നമ്മളൊരു 100 പാഠമെങ്കിലും പഠിക്കാനുണ്ട് മനുഷ്യന് സാധാരണഗതിയിൽ. ഒരു പാഠമെങ്കിലും പഠിച്ചാൽ ഭാഗ്യം. നമ്മുടെ ഈ ജന്മത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ട് ഏതിനാണോ വരുന്നത് അതാണ് നമ്മുടെ പാഠം. നമുക്ക് ഏതിനോടാണോ കൂടുതൽ താല്പര്യം അതിന് വിരുദ്ധമാണ് നമ്മുടെ പാഠം. അത് പിന്നെ നമുക്ക് എവിടെയെങ്കിലും പറയാം. നമുക്ക് ഏറ്റവും അധികം രുചികരമായി തോന്നുന്ന ഭക്ഷണമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവസ്ഥകളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. അത് നമ്മുടെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ ഒരു പുകവലിക്കാരൻ ആകാതിരിക്കാനാണ് ഈ ജന്മത്തിൽ എന്റെ വിധിയെങ്കിൽ, അതായത് പുകവലിയോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കാതെ ഇരിക്കണം ഈ ജന്മത്തിൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ എവിടെ തിരിഞ്ഞു നോക്കിയാലും എനിക്ക് സിഗരറ്റും ബീഡിയും ലഹരിയും മാത്രമേ കാണാൻ പറ്റുള്ളൂ. എപ്പോഴും എനിക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോഴും, നമ്മുടെ സാഹചര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും, നമ്മുടെ ആഹാരം തിരഞ്ഞെടുക്കുമ്പോഴും, നമ്മുടെ ഹോബി തിരഞ്ഞെടുക്കുമ്പോഴും സൂക്ഷിക്കുക. മിക്കവാറും അത് നമ്മളെയും കൊണ്ട് പോകുന്നതായിരിക്കും. നമുക്ക് ഏറ്റവും എളുപ്പവും സുഖവും എന്ന് തോന്നുന്ന സാഹചര്യം സൂക്ഷിക്കുക. ഈശ്വരനാമജപം ഒഴിച്ച് മറ്റെല്ലാം സൂക്ഷിക്കുക. നമുക്ക് വളരെയധികം എളുപ്പമെന്ന് തോന്നുന്ന മാർഗം നമ്മളെ നശിപ്പിക്കുന്ന മാർഗമായിരിക്കും. കാരണം അങ്ങനെ പോകാൻ എളുപ്പമായിരിക്കും. ആണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു കുറവ്, ദൗർബല്യം. നമ്മുടെ ദൗർബല്യം നമ്മൾ ഏതിനെയാണോ താണ്ടേണ്ടത്, നമ്മൾ താണ്ടേണ്ടത് നമുക്ക് എളുപ്പത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കും, ഇത് നമുക്ക് പിന്നെ വിശദമായിട്ട് പറയും. നമ്മൾ താണ്ടേണ്ട വിഷയം നമുക്ക് വളരെ സുലഭമായി ലഭിക്കും. സുലഭമായി ലഭിക്കുമ്പോൾ പിന്നെ എന്താ നമ്മൾ അതിനെ ഏറ്റെടുക്കും. അതുപോലെ ക്ഷമാശീലമാണ് നമ്മൾ പഠിക്കേണ്ടതെങ്കിൽ ക്ഷമ എന്തെന്ന് പഠിപ്പിച്ചിട്ടേ ഇവിടുന്ന് വിടുള്ളൂ. നമ്മൾ തിരിഞ്ഞാലും പിരിഞ്ഞാലും ഒന്നും ഒരു കാര്യം നടക്കില്ല. നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം നടക്കാതെ വരും. ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടി വരും. ഈശ്വരനെ വിളിച്ചാലും കാര്യങ്ങൾ പെട്ടെന്ന് തീരില്ല. അപ്പൊ ക്ഷമ എന്തെന്ന് നമ്മൾ പഠിക്കേണ്ടി വരും.
അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ ക്ഷമ പഠിക്കുന്നത് മനുഷ്യന് വളരെ വളരെ ഗുണം ചെയ്യും. നമ്മളിൽ ധാരാളം ദുർഗുണങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. അതും സ്വഭാവമാണ്. ഈ സ്വഭാവം രണ്ടെണ്ണം ഉണ്ടല്ലോ, സത്സ്വഭാവങ്ങളും ദുർഗുണങ്ങളും. അത് ഈ ദുർഗുണങ്ങൾ അസൂയ നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന സാധനമാണ്. അത് നമ്മളിൽ ഒളിഞ്ഞിരിക്കും. ഒരു മനുഷ്യനും അസൂയയില്ലാതെ ഈ ഭൂമിയിൽ ജനിക്കില്ല. വെറുപ്പ്, മറ്റുള്ളവരോടുള്ള വെറുപ്പ്, അത് എല്ലാവരിലും ഒളിഞ്ഞിരിക്കും. ദേഷ്യം, കോപം, പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഒരു മൃഗീയ സ്വഭാവമാണ്. ഈ കോപം എല്ലാ മൃഗങ്ങൾക്കും ഉള്ളതാണ്. അസൂയ എല്ലാ മൃഗങ്ങൾക്കും ഇല്ല. ചില മൃഗങ്ങൾക്ക് അസൂയ ഉണ്ടെന്ന് പറയുന്നു, അതും വളരെ ചെറിയ തോതിൽ. അസൂയ മേജറായിട്ടുള്ള മൃഗം മനുഷ്യൻ തന്നെയാണ്. കോപം, വെറുപ്പ്, ഭയം, അഹന്ത, ദുരഭിമാനം, ഇതെല്ലാം നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൗർബല്യങ്ങളാണ്. വളരെയധികം ദുർഘടമായ അവസ്ഥകളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ, വളരെ കഷ്ടത നിറഞ്ഞ സാഹചര്യങ്ങളിൽ ഈ ദുർബലതകൾ ഓരോ ദുർഗുണങ്ങളായി പുറത്തു വരും. നമ്മൾ ഒളിച്ചു വെച്ചിരിക്കുന്ന, പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ദുർഗുണങ്ങൾ നമ്മൾ പെടുന്ന സാഹചര്യങ്ങളിൽ പുറത്തു വരും. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. ആ സാഹചര്യങ്ങളിലാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ക്ഷമിക്കേണ്ടിടത്ത് വെറുപ്പുണ്ടാവും, നമ്മൾ ക്ഷമിക്കേണ്ടിടത്ത് അസൂയ ഉണ്ടാവും. ഈ അസൂയയും വെറുപ്പും കോപവും ദേഷ്യവും പുച്ഛവും പ്രതികാരവും ഒക്കെ നമ്മൾ അതേപടി വളർത്താതെ അതിന് പകരം നമ്മൾ വളർത്തേണ്ടത് ക്ഷമയാണ്. നമ്മളത് ചെയ്യുന്നില്ല. നമുക്ക് മറ്റൊരാളിനോട് അസൂയ ഉണ്ടാവേണ്ട സമയത്ത് നമ്മൾ അസൂയയ്ക്ക് പകരം അവിടെ ക്ഷമ വളർത്തുക. മറ്റുള്ള ഒരാളിനോട് കൊല്ലണമെന്ന് തോന്നുന്ന ദേഷ്യം വരുമ്പോൾ നമ്മൾ അവിടെ ക്ഷമ വളർത്തുക. മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ക്ഷമ വളർത്തുക. ഇതൊക്കെ എന്തിനാ ഈ സാഹചര്യങ്ങൾ തരുന്നത്? നമ്മൾ ഈ പോസിറ്റീവ് ഗുണം പഠിക്കാൻ, ക്ഷമ എന്ന ഈ വികാരം പഠിക്കാൻ. നമ്മൾ ഓർക്കൂ, മറ്റുള്ളവരോട് ക്ഷമിക്കണമെങ്കിൽ നമുക്ക് നല്ല ധൈര്യം വേണം, നമുക്ക് നല്ല കഴിവ് വേണം, മനസ്സിന് നല്ല ശക്തി വേണം. ഈ അസൂയ ഉണ്ടാവാനും നമ്മൾ നേരത്തെ പറഞ്ഞ ദുർഗുണങ്ങൾ ഉണ്ടാവാനൊന്നും ഒരു ശക്തിയും വേണ്ട. അത് ദുർബലമായ ഒരാളിനെ അതൊക്കെ പറ്റും, അത് ഉണ്ടാവും. തിരിച്ച് നമ്മളോട് മോശമായി പെരുമാറുന്ന ഒരാളിനോട് പ്രധാനമായും മാനസികമായി ക്ഷമിക്കണമെങ്കിൽ നമുക്ക് നല്ല കഴിവ് വേണം, നമുക്ക് നല്ല ശക്തി വേണം. ശരിക്കും പറഞ്ഞാൽ നല്ല ഈശ്വര വിശ്വാസം വേണം. മാപ്പ് നൽകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നല്ല ശക്തിയുള്ള ഒരു മനുഷ്യന് മാത്രമേ, ഇപ്പോൾ നമ്മളെക്കാൾ വലിയ കഴിവുള്ള ഒരാളിന്റെ മുമ്പിൽ നമ്മൾ മാപ്പ് നൽകിക്കൊണ്ട് നിൽക്കും. കാരണം പ്രശ്നം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ശത്രു നമ്മളെക്കാൾ വളരെ മികച്ചതാണെങ്കിൽ നമ്മൾ അവിടെ ക്ഷമ അഭിനയിക്കും. നമ്മുടെ ശത്രു നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞതാണെങ്കിൽ സ്വാഭാവികമായും നമുക്ക് അയാളോട് പ്രതികാരം ചോദിക്കാൻ പറ്റും. അങ്ങനെ പ്രതികാരം ചോദിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ക്ഷമ കാണിക്കണം. അതാണ് പ്രധാന കാര്യം. നമുക്ക് മറ്റുള്ളവരോട് പക കാണിക്കാനും പ്രതികാരം കാണിക്കാനും അവരെ ഉപദ്രവിക്കാനും നമുക്ക് കഴിയുന്ന സാഹചര്യത്തിൽ നമ്മൾ അത് ചെയ്യാതിരിക്കണം. അതാണ് ക്ഷമ. അല്ലാതെ നമ്മൾ രാജാവിനോട് ക്ഷമിച്ചു, പ്രധാനമന്ത്രിയോട് ക്ഷമിച്ചു, മുഖ്യമന്ത്രിയോട് ക്ഷമിച്ചു, സ്ഥലത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് മൊത്തം നമ്മൾ ക്ഷമിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് നമുക്ക് ഗതികേട് കൊണ്ട് നമ്മൾ അവിടെ ക്ഷമിച്ച് നിൽക്കേ ഉള്ളൂ. നേരെ തിരിച്ചാണ്. നമുക്ക് ശക്തിയുള്ളപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റണം. പാവപ്പെട്ടവരോട്, ദുർബലരോട്, കഴിവ് കുറഞ്ഞവരോട്, കൊച്ചു കുട്ടികളോട്, മറ്റു പല സാഹചര്യങ്ങളിലും പെട്ടുപോയവരോട്. അതാണ് മെയിൻ പ്രശ്നം. നമ്മൾ മറ്റുള്ളവരുടെ സാഹചര്യത്തെ പഠിക്കൂ, നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കൂ, നമ്മൾ അവർ പെട്ടുകിടക്കുന്ന സാഹചര്യം നോക്കൂ, അവരെന്തുകൊണ്ടാണ് നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് എന്ന് ചിന്തിക്കൂ. നമ്മൾ അപ്പോൾ എന്നിട്ട് ക്ഷമിക്കൂ, അവരെ ഒന്ന് പഠിക്കൂ. ആദ്യം നമ്മളെ പഠിക്കൂ. അതാണ് ജീവിത പാഠങ്ങൾ. ആദ്യം നമ്മളെ പഠിക്കുക, എന്നിട്ട് നമ്മളെ പഠിച്ചിട്ട് മറ്റുള്ളവരെ പഠിക്കുക. നമ്മളെ പഠിച്ചാൽ മറ്റുള്ളവരെ പഠിക്കാൻ എളുപ്പമാണ്.
നമ്മളെ പഠിച്ചാൽ നമ്മൾ തന്നെയാണ് മറ്റുള്ളവർ. നമ്മൾ നേരെ തിരിച്ചാണ്. ഈ ലോകം മുഴുവനും പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ പഠിക്കാനാണ്. നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന മുഴുവനും വേൾഡ് ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ജിയോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി പറയണ്ട, പകർത്ത് പഠിക്കുകയാണ്. നമ്മൾ റാങ്കൊക്കെ വാങ്ങുകയാണ്. നമ്മൾ ഈ IAS ഒക്കെ ടെസ്റ്റിനൊക്കെ പോകുന്നവർ അങ്ങോട്ടാത്ത ജനറൽ നോളജ് ഒന്നുമില്ല. എന്ത് ചോദിച്ചാലും അവർ പറയും ജനറൽ നോളജ്, അറിവാണ്, അറിവിന്റെ ഭണ്ഡാരമാണ് അവർ, പണ്ഡിതന്മാർ. മറ്റുള്ളവരെ പഠിക്കുന്നില്ല അവർ. അവരുടെ സാഹചര്യങ്ങളെ പഠിക്കുന്നില്ല, വ്യക്തികളെ പഠിക്കുന്നില്ല. അവർ പെട്ടുകിടക്കുന്ന സാഹചര്യങ്ങളെ പഠിക്കുന്നില്ല. അതിൽ നമ്മൾ ആദ്യം നമ്മളെ പഠിക്കണം. ഈ ലോകത്ത് ആരെ എന്ത് പഠിക്കണമെങ്കിലും എന്തറിയണമെങ്കിലും ആദ്യം നമ്മളെ അറിയണം. അതിനാണ് ഈ പറയുന്നത് ആത്മജ്ഞാനമെന്ന്. ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്നെ അറിയുക. ആത്മാവെന്ന് പറഞ്ഞാൽ ഞാൻ. ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ വലിയ കാര്യമായിട്ട് എത്തിയിരിക്കുന്ന സാധനമാണ്. അത് വലിയ കാര്യമൊക്കെ തന്നെ. അതിന് പല പല തലങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ തലമാണ് വലിയ കാര്യം. ഏറ്റവും താഴ്ന്ന തലം എന്താണ്? ആത്മജ്ഞാനം. ആത്മ മീൻസ് ഞാൻ. ആത്മജ്ഞാനം മീൻസ് എന്നെ അറിയുക. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ആത്മജ്ഞാനി അല്ല എങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ അറിയുന്നില്ല എന്നാ. എന്നെ അറിയാത്ത ഞാനാണ് ഈ ലോകത്തെ മുഴുവനും അറിഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്തറിയാനാണ്? എന്തറിയാൻ പറ്റും? ആരോട് ക്ഷമിക്കാൻ പറ്റും? നമുക്ക് ആരെയും ഒന്നും അറിഞ്ഞുകൂടാ. ആരെ കുറിച്ചും നമുക്കൊരു ക്ഷമയില്ല. ആരോടും നമുക്ക് ദയയില്ല, കാരുണ്യമില്ല. നമ്മൾ ദൈവത്തിന് മുമ്പ് പോയി തലയിട്ടടിക്കുകയാണ് എന്നെ രക്ഷിക്കാൻ, എന്നിൽ കരുണ ചൊരിയാൻ, എന്നോട് ദയ കാണിക്കാൻ, എന്നോട് ക്ഷമിക്കാൻ. നമ്മൾ ഈ പറയുന്നതെല്ലാം നമ്മൾ ഭഗവാനോട് പോയി പറയുകയാണ്, എന്നോട് അത് ചെയ്തു തരുമെന്ന്, എന്നെ സഹായിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷപ്പെടുത്തൂ, എന്നോട് ദയ കാണിക്കൂ. അതെന്തിനാണ് നമ്മൾ ഭഗവാനോട് പോയി ദയ കാണിക്കുന്നു ചോദിക്കുന്നത്? നമ്മൾ ആരോടെങ്കിലും ദയ കാണിച്ചിട്ടുണ്ടോ? ചോദ്യം ഭഗവാൻ ചോദിക്കുകയാണ്. ഭഗവാൻ മിണ്ടാതിരിക്കും. ഇവൻ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. ഭഗവാനോട് നമ്മൾ പോയി ചോദിക്കുന്നതെല്ലാം നമുക്ക് നമ്മളോടും മറ്റുള്ളവരോടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് അത് ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതിന് നമ്മളെ മനസ്സിലാക്കുന്നില്ലല്ലോ. എനിക്കിപ്പോ ഉച്ചയ്ക്ക് ആഹാരം കിട്ടിയില്ല, അപ്പൊ എനിക്ക് വിശപ്പ് തുടങ്ങുന്നു. അപ്പൊ എന്റെ വിശപ്പ് എന്തെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ വരുമ്പോ മറ്റൊരാളിന്റെ വിശപ്പ് നമുക്കറിയാൻ പറ്റും. എന്തും നമ്മളെ കുറിച്ച് നമ്മൾ അറിയൂ. നമ്മളെ അറിയുമ്പോ നമുക്ക് ക്രമേണ മറ്റുള്ളവരെ അറിയാൻ പറ്റും. അത് ഈശ്വരനെ അറിയിപ്പിച്ച് തരും. അതാ കാര്യം. അതാണ് ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത് വലിയ സംഭവമാവാൻ കാരണം. അതോടുകൂടി ആ ആളൊരു വല്ലാത്ത ആളായി മാറും. ആത്മജ്ഞാനം മറ്റൊരാളിനെ കാണുമ്പോൾ തന്നെ ഇവർക്ക് കാര്യം മനസ്സിലാവുന്നത് അതുകൊണ്ടാണ്, ഭഗവാനോടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ക്ഷമാശീലമായാലും ഏത് ശീലമായാലും വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ കടന്നു പോവാനായിട്ട് ഈശ്വരൻ നമുക്ക് തരുന്ന അവസരമായിട്ട് എടുക്കൂ. ആ അവസരത്തിൽ നമ്മൾ ഈ പാഠങ്ങൾ പഠിക്കൂ. മറ്റുള്ളവരെ പഠിച്ചിട്ട് അവരോട് ക്ഷമിക്കൂ. നമ്മൾ ഈ കൊച്ചു കുട്ടികൾ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ അവരെ അടിക്കാറൊന്നുമില്ല പൊതുവെ. ചില അമ്മമാര് ബോധമില്ലാതെ പിള്ളേരെ എടുത്തിട്ട് അടിക്കുന്നതാണ്, വേറെ കാര്യത്തിനാണ്. അവർ പിള്ളേരെ അടിക്കുന്നത് ഭർത്താവിനോടുള്ള ദേഷ്യം കൊണ്ട് തീർക്കുന്നതാണ്, അല്ലാതെ കുട്ടി തെറ്റിയത് കൊണ്ടതല്ല. പിള്ളേരോട് നമ്മൾ ക്ഷമിക്കുന്നു. ഈ നല്ല മനസ്സിന് സുഖമില്ലാത്ത ആൾക്കാരാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ക്ഷമിക്കുന്നു. മദ്യം കഴിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മദ്യം കഴിച്ചവരോട് ക്ഷമിക്കുന്നു. കാരണം നമുക്കറിയാം ഇവരോടൊക്കെ വഴക്കിന് പോകുന്നതിൽ അർത്ഥമില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ നേരെ മനസ്സിലാക്കിയാൽ എല്ലാവരും ഏകദേശം ഒരു മദ്യം കഴിച്ച അവസ്ഥയിലാണ്. ബോധത്തോടു കൂടിയല്ല നമ്മളാരും പ്രവർത്തിക്കുന്നത്. സ്വബോധം നമുക്ക് വളരെ കുറവാണ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ വിളിച്ചു പറയുകയാണ്. എന്താണ് പറഞ്ഞതെന്ന അർത്ഥം പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ പരമാവധി നമ്മൾ അവരോട് ക്ഷമിക്കൂ. ഒരു കൊച്ചു കുട്ടിയോട് ക്ഷമിക്കുന്നത് പോലെ, മദ്യപാനിയോട് ക്ഷമിക്കുന്നത് പോലെ, മാനസികമായ രോഗം ബാധിച്ച ഒരാളിനോട് ക്ഷമിക്കുന്നത് പോലെ നമ്മൾ ക്രമേണ എല്ലാവരോടും ക്ഷമിക്കാൻ പഠിക്കും.
അതിനു വേണ്ടി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അങ്ങനെ നമ്മൾ ക്ഷമാശീലം പഠിക്കൂ. നമ്മൾ ഈ ദുർഘടസന്ധിയിൽ പെടുമ്പോൾ, ജീവിതത്തിൽ പല പല അവസ്ഥകളിൽ പെടുന്ന, നേരത്തെ പറഞ്ഞല്ലോ കുറേയേറെ കാര്യങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ, ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, അതിലൊക്കെ പെടുമ്പോഴാണ് നമ്മൾ ക്ഷമാശീലം പഠിക്കേണ്ടത്. പഠിച്ചു പോകുമല്ലോ, മറ്റു മാർഗമില്ല. അങ്ങനെ പഠിച്ചില്ലെങ്കിൽ, അപ്പോൾ നമ്മൾ ക്ഷമാശീലം ശീലിച്ചില്ലെങ്കിൽ, അങ്ങനെ അത് ക്ഷമാശീലം പരിശീലിക്കാൻ ഉപയോഗിച്ചില്ല എങ്കിൽ പിന്നെ നമുക്ക് അവസരം കിട്ടാതെ പോകും. അവസരം കിട്ടുമ്പോൾ നമ്മൾ ഈ ശീലം പഠിക്കൂ. പിന്നീട് നമുക്ക് ഈ അവസരം തിരിച്ചു വരില്ല. നമുക്കാണെങ്കിൽ ജീവിതത്തിൽ സമയം വളരെ കുറവാണ്. വാസ്തവത്തിൽ നമ്മളത് ചിന്തിക്കാത്തത് കൊണ്ടാണ്. ജീവിതത്തിൽ പാഠങ്ങൾ പഠിക്കാനുള്ള സമയമൊക്കെ അത്ര ഏറെക്കാലമൊന്നും ഇല്ല. 10 or 60 വർഷമാണ് നമ്മുടെ ജീവിതം. അതിൽ ഈ പാഠം പഠിക്കാൻ പറ്റുന്നത് ഒരു 30 വയസ്സ് മുതൽ ഒരു 60 വയസ്സ് വരെയാണ്. ഒരു 30 വർഷമൊക്കെ നമുക്ക് പലരും പഠിക്കാൻ സമയം കിട്ടുന്നുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നതും. അങ്ങനെ നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ലെങ്കിൽ നമുക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും. പിന്നെ അത് ദുഃഖത്തിനും മനസമാധാനമില്ലായ്മയ്ക്കും കാരണമാവും. ക്ഷമാശീലം നേരത്തെ പഠിച്ചാൽ നമ്മുടെ ദുഃഖത്തിന്റെ അളവ് കുറയും. നമുക്ക് മനസമാധാനം നേരത്തെ കിട്ടിത്തുടങ്ങും. നമുക്ക് ക്ഷമിക്കാനുള്ള മനസ്സില്ലെങ്കിൽ നമ്മളെപ്പോഴും തെറ്റായ തിന്മയാർന്ന മാർഗങ്ങളിലൂടെ യാത്ര ചെയ്യും. നമ്മളൊരു വില്ലനായി തീരും, രാക്ഷസ സ്വഭാവമുള്ളവനായി തീരും. ലോകത്ത് എത്രയോ പേർ അങ്ങനെ ആയിത്തീർന്നിരിക്കുന്നു. എത്രയോ പേർ ലോകത്തിലെ അറിയപ്പെടുന്ന വലിയ വലിയ ഈ രാജ്യങ്ങൾ കീഴടക്കിയ ചക്രവർത്തിമാർ, അവർക്കൊന്നു കൂട്ടിയതിന് കൈയും കണക്കുമില്ല. അലക്സാണ്ടർ ചക്രവർത്തി ആയാലും, ചെങ്കിസ് ഖാൻ ആയാലും, തൈമൂർ ആയാലും, ഏറ്റവും അവസാനം ഹിറ്റ്ലർ ആയാലും, അവരെന്ത് ചെയ്തു എന്ന് നോക്കിയാൽ അറിയാം. ക്ഷമയുടെ അടുത്തൂടെ പോലും അവരാരും പോയിട്ടില്ല. അവരുടെ വഴി പൂർണ്ണമായും തെറ്റുകയായിരുന്നു. നമുക്ക് മറ്റെന്ത് സദ്ഗുണമുണ്ടായാലും, നമ്മൾ എത്ര നല്ല സസ്വഭാവം പഠിച്ചാലും, ക്ഷമയില്ലെങ്കിൽ അതെല്ലാം വേസ്റ്റ് ആവും. നമുക്ക് മറ്റെന്ത് ഗുണമുണ്ടെങ്കിലും ക്ഷമയുടെ അഭാവത്തിൽ നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും പ്രയോജനരഹിതമാകും. ക്ഷമയും സൗമ്യതയും വിനീതഭാവവും വളരെ സൗമ്യമായി ക്ഷമയോടുകൂടി വിനീതമായി പെരുമാറുന്നത് ആത്മജ്ഞാനിയുടെ ലക്ഷണമാണ്. ആത്മജ്ഞാനി അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരും. അയാൾക്ക് ക്ഷമയുണ്ടാവും, സൗമ്യമായിരിക്കും, വിനീതമായിരിക്കും, വളരെ ലളിതമായ ജീവിതമായിരിക്കും. അങ്ങനെയുള്ള ഒരാൾ നന്മയെ പ്രതിനിധീകരിക്കും. അങ്ങനെയുള്ള ആളാണ് നന്മയുള്ള ആളായി തീരുന്നത്. ഭൂമിയിലെ ചരിത്രം പരിശോധിച്ചാൽ ലോകത്ത് ധാരാളം ചക്രവർത്തിമാർ, അവർ ധാരാളം വലിയ വിജയങ്ങൾ നേടിയിട്ട് പോലും, വലിയ മഹർഷിമാർ പോലും, ഋഷിമാർ പോലും ക്ഷമ കാട്ടാത്തതിനാൽ എല്ലാം നഷ്ടപ്പെട്ടവരായി തീർന്നിട്ടുണ്ട്. നമ്മുടെ പുരാണങ്ങളിലുണ്ട്, വേൾഡിലെ പല പല ചരിത്രങ്ങളിലും അതുണ്ട്. ചക്രവർത്തിമാർ, വേൾഡ് ചക്രവർത്തിമാർ പോലുമായി തീർന്നവർ, അവരെ കാര്യം പോട്ടെ, ഋഷിമാർ, യോഗീശ്വരന്മാർ, മഹാത്മാക്കൾ, അവരിൽ പലരും ഈ ക്ഷമയുടെ അഭാവത്താൽ താഴെ പതിച്ചു എന്നുള്ളതാണ്. ധാരാളം പേരുണ്ട്, നമ്മളെ പ്രത്യേകിച്ച് ഇങ്ങനെ ആരെയും എടുത്തു പറയണ്ട, അവർക്കും പറ്റുന്നുണ്ട് ക്ഷമയുടെ അഭാവത്താൽ ഈ പതനം. ധാരാളം ചക്രവർത്തിമാരെ ഇഷ്ടംപോലെ സംഭവിച്ചിട്ടുണ്ട്. ക്ഷമയോടുകൂടി കാത്തിരിക്കാനുള്ള മടി കൊണ്ട് സംഭവിക്കുന്നത്. നമ്മുടെ ഭാരതത്തിലെ ഋഷിമാർ അതിന് ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ അവരുടെ അങ്ങനത്തെ ഉദാഹരണങ്ങൾ നമുക്ക് പ്രത്യേകത വേണ്ട, നോക്കണ്ട. പകരം നമ്മൾ മനസ്സിലാക്കുക, മറ്റെല്ലാ ഗുണങ്ങളും ക്ഷമാശീലത്തിന്റെ അഭാവത്താൽ ഒരുപക്ഷെ നഷ്ടപ്പെടും. ഒരു കാലത്ത് ലോകം മുഴുവനും, പ്രത്യേകിച്ച് യൂറോപ്പിൽ, ഈ യുദ്ധം മുഴുവനും ഉണ്ടാവുന്നത് ക്ഷമയുടെ അഭാവത്തിലാണ്. ഈ പ്രതികാരവും പകയും മനുഷ്യന്റെ ഒരു ബേസിക് സ്വഭാവമായതുകൊണ്ട് പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, ഇതാണ് പഴയ കാലം മുതൽ
ഈ മനുഷ്യനിടയിലുള്ള പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. ലോകത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഒരു 50,000-ഓ 50 ലക്ഷമോ യുദ്ധം ഉണ്ടായിട്ടുണ്ടാവാം. യുദ്ധങ്ങൾ ഇഷ്ടംപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ കൊല്ലുന്നതിന് ഒരു കൈയും കണക്കുമില്ല. ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു യുദ്ധമില്ലാതെ, യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് ഒരു രാജ്യത്തിന് സമാധാനം നേടി രാജ്യമുണ്ടായത് ഇന്ത്യയാണ്. മഹാത്മാഗാന്ധി എന്ന മനുഷ്യനിലൂടെയാണ് അതുണ്ടാവുന്നത്. അതല്ലാതെ ലോകം മുഴുവനുമുള്ള ചരിത്രം ഈ പല്ലിന് പല്ല്, ഒരു പല്ലിന് ഞാൻ 2 പല്ലെടുക്കും, ഒരു കണ്ണ് പൊട്ടിച്ചാൽ 2 കണ്ണ് എന്ന ഒരു മുദ്രാവാക്യം മെത്തേഡിലാണ് നമ്മുടെ ലോകം മുഴുവനും സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിക്കാൻ വന്നത് ഇതിന് വിരുദ്ധമായിട്ടാണ്. അങ്ങേയറ്റം മാനവികത, സമാധാനം, ശാന്തി, ക്ഷമ അദ്ദേഹം അത് കാര്യമായി പഠിപ്പിച്ചു. എന്നിട്ട് സ്വന്തം ജീവിതത്തിൽ അത് പ്രകടിപ്പിച്ചു, കാണിച്ചു കൊടുത്തു. ബുദ്ധ ഭഗവാൻ അത് വളരെ പ്രകടമായി അത് കാണിച്ചു കൊടുത്ത ഒരു അവതാരമാണ്. മിക്ക അവതാരങ്ങളും, അതിപ്പോ ശ്രീരാമദേവനാവട്ടെ, ശ്രീകൃഷ്ണ ഭഗവാനാവട്ടെ, അവരെല്ലാം ഭൂമിയിൽ കൂടെ വരുന്നത് മനുഷ്യനെ ക്ഷമ പഠിപ്പിക്കാനാണ്. അവർ തന്നെ ക്ഷമ എങ്ങനെയാണ് ജീവിതത്തിൽ നടപ്പിലാക്കേണ്ടതെന്ന് കാണിച്ച് അവർ പഠിപ്പിച്ചു. അത് ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ അവരെ കഥയൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അവർ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. അവരെല്ലാവരും കൂടെ ഇങ്ങനെ വരുന്നത് ഭൂമിയിലെ മനുഷ്യന് ക്ഷമ എന്ന വികാരം തീരെ കുറഞ്ഞു വരുമ്പോൾ, യുദ്ധത്തിന്റെ അളവ് അമിതമായി കൂടുമ്പോൾ, വെറുപ്പും വിദ്വേഷവും വളരെ കൂടുമ്പോൾ അവർ മനുഷ്യനെ ക്ഷമയുടെ വഴിയിലേക്ക് പഠിപ്പിക്കാനായി ഭൂമിയിലേക്ക് വന്നു. അവരെല്ലാവരും പഠിപ്പിച്ച പ്രധാന പാഠങ്ങളിൽ ഒന്ന് ക്ഷമ തന്നെയാണ്.